ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗും ഉണ്ട്. നമുക്കിന്ന് മലയാള സിനിമയ്ക്ക് വന്നിട്ടുള്ള അധപ്പതനത്തെ അതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്തുന്ന ആ, എന്താണ് കുറ്റകരമായ ചില സംഗതികളെ നമുക്ക് അവഗണിച്ച് കടന്നു പോകാൻ പറ്റില്ല. കലാകാരന് സമൂഹത്തോട് അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തോടൊക്കെ ചില പ്രതിബദ്ധതയുണ്ട്. അത് അയാൾ ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ ഭരണ സംവിധാനങ്ങൾ ഇടപെടണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇന്ന് മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു ട്രോജൻ കുതിരയുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ട്രോജൻ കുതിരയ്ക്കുള്ളിൽ ചില സംഗതികൾ ഇവർ ഒളിച്ചു കടത്തുന്നുണ്ട്. നമ്മളിത് കൗമാരക്കാരുടെയോ ചെറുപ്പക്കാരുടെയോ ഒക്കെ ഒരു ഒരു ഇടപാട് എന്നതിലപ്പുറം ചില ഗൂഢ താല്പര്യങ്ങളുള്ള വ്യക്തികളും ചില കേന്ദ്രങ്ങളും അവരുടെ ചില ആശയങ്ങളെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടും അതേ അറ്റം ഗൗരവ ബുദ്ധിയോടും കൂടിയിട്ട് ഇന്ന് ഭരണ നേതൃത്വം, രാഷ്ട്രീയം, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ആത്മീയമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെയും വളരെ പ്രതിബദ്ധതയോടും ജാഗ്രതയോടും കൂടി ഇടപെടേണ്ട ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് സമകാലിക കാലഘട്ടത്തിലെ സിനിമകളിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന ആശയങ്ങൾ? അതിൽ ആദ്യത്തേത് തികഞ്ഞ ഒരു ക്രൈസ്തവ വിരുദ്ധതയാണ്. ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു മതം മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ് കേരളത്തിന് കൊടുത്തത്. 903 ആദ്യത്തെ പള്ളിക്കൂടം തുടങ്ങിയ CMS മിഷണറിമാര് 1803 ആദ്യത്തെ പള്ളിക്കൂടം തുടങ്ങുന്നു. 1819 ആദ്യത്തെ പെൺപള്ളിക്കൂടം തുടങ്ങുന്നു. ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ പത്രം തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ മലയാള കരയെ, കേരളത്തെ ഒരു സാംസ്കാരിക പരിണാമത്തിലേക്ക് നയിക്കുകയാണ് ക്രിസ്തു മതം ചെയ്തത്. അതുകൊണ്ട് ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്ന ഒരു മതത്തിന് നേരെയുള്ള ആക്രമണമല്ല, നാളിതുവരെ വളർന്നു വന്ന കേരളത്തിന്റെ പരിഷ്കൃത സമൂഹത്തോടുള്ള അതിക്രമമാണ് ഈ ഒളിച്ചു കടത്തുന്ന ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഇന്നത്തെ മലയാള സിനിമകളുടെ മാർക്കറ്റ് വാല്യൂ. എനിക്ക് സങ്കടം, മഹാനടന്മാർ തന്നെ ഇത്തരം അപലക്ഷണം പിടിച്ച സിനിമകളിൽ വേഷം കെട്ടുകയും ഈ ഒരു ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്ന ചില തൽപര കക്ഷികളുടെ ഗൂഢലക്ഷ്യത്തിന് ഇടനിലക്കാരായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചില മഹാനടന്മാർ ഈ അടുത്ത കാലത്തായിട്ട് അത് അവരുടെ ശീലമാക്കി അധപ്പതിച്ചു പോകുന്നത് നമ്മൾ സങ്കടത്തോടെ കാണുന്നു. അവരുടെ ഫാൻസ് അസോസിയേഷന്റെ ആർപ്പുവിളികളുടെ ബലത്തിലപ്പുറം യാതൊരു ധാർമ്മിക മൂല്യവും അവർക്ക് ഈ കാലത്തോട് ചെയ്യാനില്ലാത്ത വിധം അവർ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്, ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങൾ മലയാള സിനിമയിൽ ചില പ്രത്യേക നടന്മാരുടെ ആവർത്തിച്ചുള്ള സിനിമകളിലൂടെ അവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിയിൽ പിതാവ് ഈ അടുത്ത് ഒരു ആവേശ സിനിമയിലെ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ആ പാട്ടിനെ കുറിച്ചോ അതിന്റെ പിറകിലെ കാര്യങ്ങളെ കുറിച്ചോ ഒരു പ്രതികരണം നടത്തിയത് നമ്മളൊക്കെ ശ്രദ്ധിച്ചു. എന്താണ് ഇല്ലുമിനാത്തി എന്ന് പറയുന്നത്? 1706 ജർമ്മനിയിലെ ബവേറിയൻ പ്രവിശ്യയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സംഘമായിട്ട് വളരാനുള്ള ചില ആളുകളുടെ ആഗ്രഹത്തിൽ തുടങ്ങുകയാണ്. ഏകദേശം അടുത്ത കാലത്ത് തന്നെയാണ് മറ്റൊരു ഗൂഢസംഘടന കൂടി രൂപപ്പെടുകയാണ്, ഫ്രീമേസൺസ്. എന്നാൽ പിന്നീട് നമ്മൾ ഈ അടുത്ത കാലത്ത്, ആധുനിക കാലത്ത് കാണുന്നത് സമാന സ്വഭാവവും ലക്ഷ്യമുള്ള ഈ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 3 പ്രത്യേകതകൾ ഇതിനുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ആന്റി ക്രിസ്ത്യൻ, ക്രൈസ്തവ വിരുദ്ധമാണ് ഇത്. 2, ഇത് ആന്റി സ്റ്റേറ്റ് ആണ്, രാജ്യത്തിന്, ഒരു ഭരണ സംവിധാനത്തിന് എതിരാണ്. 3, ഇത് ആന്റി കൾച്ചർ, സംസ്കാരത്തിനെതിരാണ്. അപ്പോൾ ക്രൈസ്തവ മതത്തോട്, ഭരണ നേതൃത്വത്തോട്, വ്യവസ്ഥാപിതമായ ഒരു ഭരണ നേതൃത്വത്തോട്, ഒരു സംസ്കാരത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുക, എതിരിടുക, അങ്ങനെ അവരുടെ ഒരു അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ഫ്രീമേസൺ, ഇല്ലുമിനാറ്റി ആശയങ്ങൾ. ഈ ആശയങ്ങൾ വളരെ ഫലപ്രദമായി അവർ നടപ്പിലാക്കുന്നു. വളരെ കാലങ്ങളായി കേരളത്തിൽ പറയുന്ന ഒരു ആശയമാണിത്. നമ്മുടെ പല പോലീസ് അധികാരികൾക്കും സഭയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള വളരെ നിർണായകമായ അഭയ കേസിൽ പോലും ഈ സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ചില ഓഫീസേഴ്സിന്റെ വളരെ അവിഹിതമായ ഇടപെടൽ മൂലമാണ് നിരപരാധികളായ മനുഷ്യർ ഇത്രമേൽ തേജോവധം ചെയ്യപ്പെട്ടത്. ക്രിസ്ത്യാനികൾ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതില്ലാതെ നമ്മൾ ഒരു ഏതോ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ്. യാഥാർത്ഥ്യവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇല്ലുമിനാത്തിയുടെ ലക്ഷ്യം വളരെ കൃത്യമായി മലയാള സിനിമയിലൂടെ നടപ്പിലാക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ കൃത്യമായ പഠനം നമുക്ക് കാണിച്ചു തരും
എന്തൊക്കെയാണ് ഈ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആശയങ്ങൾ, ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങൾ. ഒപ്പം തന്നെ ഫാദർ ടോം മുല്ലക്കരോട് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഈ രോമാഞ്ചം സിനിമയിലെ ഈ ഓജോ ബോർഡിന്റെ ആ ഒരു ഉപയോഗത്തെ ഒരു മഹത്വവൽക്കരിക്കുന്ന, സാമാന്യവൽക്കരിക്കുന്ന ആ ഒരു സീൻ, ആത്മാവേ വാ ആത്മാവേ പോ, അത് പല യുവജനങ്ങൾ ആവർത്തിച്ച് പാടുന്ന ഒരു പാട്ടായിരുന്നു. തീർച്ചയായിട്ടും ജോർജി, ഇല്ലുമിനാത്തി ഫ്രീമേസൺ സംഘങ്ങൾ അവരുടെ യഥാർത്ഥ ആരാധനാപൂർത്തി എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്. അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യമാണ്. ഒരു പുതിയ വേൾഡ് ഓർഡർ സ്ഥാപിക്കുന്നത് പൈശാചിക ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തിയുടെ പിൻബലത്തോടുകൂടി ഒരു പുതിയ വേൾഡ് ഓർഡർ സ്ഥാപിക്കുകയും സകലത്തിന്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തിനെയൊക്കെയാണോ മാനവ സമൂഹം വിശുദ്ധമായി കരുതിയത് അതിനെയൊക്കെ തിരിഞ്ഞു നടപ്പാണ് സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു ഗെയിം അല്ല. നമുക്കൊക്കെയും അപ്രാപ്യമായിട്ടുള്ള വലിയ വലിയ സംഘങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അപ്പോൾ ആ ഒരു ആശയം മലയാള സിനിമയിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, അമിതമായ ലഹരിയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളരുന്ന തലമുറയെ നശിപ്പിക്കാനുള്ള ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നു. നാർക്കോട്ടിക്സ്, ജോർജി തന്നെ സൂചിപ്പിച്ചതുപോലെ മുഴുനീള മദ്യപാന കഥകളായിട്ട് മലയാള ചലച്ചിത്രം മാറി എന്നുള്ളതാണ്. ഒരു കള്ള് ഷാപ്പായിട്ട്, ചാരായക്കടയായിട്ട്, ബാറായിട്ട് മലയാള സിനിമയെ അധപ്പതിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലഹരി എന്ന് പറയുന്നതിലേക്ക് കൗമാരക്കാരെ, ചെറുപ്പക്കാരെ, എന്തൊക്കെയാണോ നമ്മൾ ഈ വളർന്നു വന്ന നമ്മൾ നേടിയ പുരോഗതി അതിനെ മുഴുവൻ തകർത്ത് കളയുന്ന തരത്തിൽ വരുന്ന തലമുറയെ നശിപ്പിക്കാനുള്ള ചില ആളുകൾ ഗൂഢസംഘങ്ങൾ നടത്തുന്നുണ്ട്. ലഹരി മരുന്നും അല്ലെങ്കിൽ ലഹരി മാഫിയകളുടെ ഫണ്ടിങ്ങോടുകൂടി തന്നെ ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിൽ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് സങ്കടകരമായ കാര്യമാണ്. ഇവര് നിയമം പാസ്സാക്കും, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം അവർ പുതിയ ബാറും അതിന്റെ ലൈസൻസും കൊടുക്കുന്നതൊക്കെ ഇരട്ടത്താപ്പാണ്. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ വിരുദ്ധത, മൂല്യബോധങ്ങൾക്കെതിരായിട്ട് നിലവിലുള്ള മൂല്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ മനുഷ്യൻ 3 നേരം ആഹാരം കഴിച്ച ശേഷമാണ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ആഹാരം കഴിക്കാൻ കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് ഫാമിലി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവുന്നു. നാടോടികളായിരുന്നവർ ഒരിടത്ത് ഒരുമിച്ച് താമസിക്കുന്നു. കുടുംബമാണ് സംസ്കാരത്തിന്റെ അടിത്തറയെങ്കിൽ ഇന്ന് നടക്കുന്നത് ഈ കുടുംബത്തെ തകർത്തുകൊണ്ട് സാംസ്കാരികമായി നമ്മൾ നേടിയ മുഴുവൻ പുരോഗതിയെയും നശിപ്പിച്ചു കളയാന്നുള്ള ശ്രമമാണ്. അപ്പോൾ കുടുംബങ്ങൾക്കെതിരെ, മൂല്യങ്ങൾക്കെതിരെ ഒരു പ്രൊപ്പഗാൻഡ ഈ സിനിമയിലൂടെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാനുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ന് ചില ആളുകൾ മലയാള സിനിമയെ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു ട്രോജൻ കുതിര, ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വർഷത്തിൽ ക്രൈസ്തവ വിരുദ്ധതയുണ്ട്, അതിനുള്ളിൽ ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ലഹരി മാഫിയകളുടെ പ്രേരണയുണ്ട്, അതിൻ്റെ ഉള്ളിൽ സമൂഹത്തിന്റെ മൂല്യബോധങ്ങളെ തകിടം മറിക്കാനുള്ള കുബുദ്ധികളുടെ വളരെ കൃത്യമായ ശ്രമങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരണ നേതൃത്വമാണ് ഇതിനൊക്കെയും കൃത്യമായ ജാഗ്രത കാണിക്കേണ്ടത്. പക്ഷെ ഇത്തരക്കാരുടെ ഫണ്ടിങ്ങിന്റെ ബലത്തിൽ നടന്നു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ പ്രതിനിധികൾക്ക് എങ്ങനെയാണ് ഈ തെറ്റിനെതിരെ, ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവത്വം ഉണ്ടാവുന്നത്? ഇവിടെ സമൂഹമാണ്, നമ്മളാണ്, ജനാധിപത്യ ക്രമമാണ് ഈ ഒരു ഒളിച്ചു കടത്തപ്പെടുന്ന ഈ ജീർണതയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മലയാള സിനിമ ഒഴുക്ക് നിളച്ച് കെട്ടിക്കിടക്കുന്ന ഒരു ആ ചെളിക്കുളത്തിൽ നിന്ന് മഹത്തായ സിനിമയും അതിന്റെ മൂല്യങ്ങളെയും അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെയും രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത കലാകാരന്മാർക്കില്ലെങ്കിൽ പ്രേക്ഷകർക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രമാണ് ജോർജി ഇവിടെ പറയാനുള്ളത്.